everyone, welcome to Epic Family. അപ്പം നമ്മുടെ ലഡാക്ക് റോഡ് ട്രിപ്പിന്റെ 3rd ഡേ ഡ്രൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ വേണ്ട നാഗ്പൂരിൽ നിന്ന് നിങ്ങൾ ബോർഡ് കണ്ടല്ലോ, അതെ, നമ്മൾ ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിലേക്ക് തന്നെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മള് 13-ാം തീയതി രാത്രി ഹൈദരാബാദ് എത്തി. നമ്മൾ ഹൈദരാബാദിൽ സ്റ്റേ ചെയ്തു. ഹൈദരാബാദിൽ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഇന്നിപ്പം 14-ാം തീയതി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് തന്നെ ലഞ്ചും കഴിച്ചിട്ടാണ് തന്നെ നമ്മൾ ഈ നാഗ്പൂരിലേക്കുള്ള ഈ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. സത്യമായിട്ടും പറയാതെ വയ്യ, ഒരു രക്ഷയേ ഇല്ലാത്തൊരു സ്ട്രെച്ചാണിത് കേട്ടോ. ഹൈദരാബാദ് ടു നാഗ്പൂർ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗി. അതായത് നമുക്ക് ഡ്രൈവ് മടുക്കത്തേ ഇല്ല. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കായാലും കൂടിയിരിക്കുന്നവർക്കായാലും അടിപൊളിയാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോവാൻ അടിപൊളിയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിൽഡിങ്സ് കാണാം. പിന്നെ അല്ലാതെ ഫുൾ പച്ചപ്പും. പിന്നെ ഈ ഒരു ഇപ്പൊ നമ്മുടെ ഈവനിങ് ടൈം ആകാറാകുന്നോണ്ട് ആ സൂര്യപ്രകാശം ഇങ്ങനെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകത്തില്ല, അടിപൊളിയാണെന്ന്. സോ ഈ ഒരു ഡ്രൈവ്, ഈ ഒരു സ്ട്രെച്ച് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഈ ഡ്രൈവ് പോകുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ ഫീൽ ചെയ്യാമല്ലോ, ഭയങ്കര രസം. അപ്പൊ നമ്മളിങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നാഗ്പൂർ ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഹൈദരാബാദിൽ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ പേര് മിനർവ ഗ്രാൻഡ് എന്നാണ്. അത് ബഞ്ചാര ഹിൽസിന്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. സോ അവിടെ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് അതാണ്ട് നമ്മൾ ഈ ഡ്രൈവ് ഇങ്ങനെ നാഗ്പൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മള് നാഗ്പൂരിൽ എത്തുമ്പം ഏകദേശം രാത്രി ഒരു 11-12 മണിയൊക്കെ ആവും. അപ്പൊ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ എവിടെന്നെങ്കിലും തന്നെ ലൈറ്റായിട്ട് ഡിന്നർ എന്തെങ്കിലും കഴിക്കും. അതിനുശേഷം നമ്മൾ നാഗ്പൂരിൽ നിൽക്കുന്നൊന്നുമില്ല. നമ്മൾ നാഗ്പൂരും പാസ് ചെയ്ത് നമ്മൾ മുൻപോട്ട് ഡ്രൈവ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഞങ്ങള് കയ്യിൽ വെള്ളം, ആവശ്യത്തിന് വെള്ളം, വാട്ടർ ബോട്ടിൽസ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കയ്യിൽ കരുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു. കണ്ടില്ലേ, 2 സൈഡിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിട്ട് കാണിക്കാം. എന്നാലും കുറച്ച് മാത്രം ഞാൻ ജസ്റ്റ് കാണിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇത് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ രാത്രിയായി. നമ്മൾ ഏകദേശം നാഗ്പൂർ അടുക്കാറാവുന്നു. നാഗ്പൂർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല. നാഗ്പൂർ പാസ് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ രാത്രി 11-12 മണിയാകുമ്പോൾ നാഗ്പൂർ കവർ ചെയ്ത് നാഗ്പൂരിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നേരം വെളുത്തു. നമ്മള് എന്താണ് പറയുന്നത്, ഹൈദരാബാദിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നാഗ്പൂർ ഒരു രാത്രി 12 മണിയൊക്കെ ആയപ്പം നാഗ്പൂർ പാസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഇപ്പൊ നമ്മള് ഝാൻസി ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നാഗ്പൂരിൽ നിന്ന് ഝാൻസിയിലോട്ടുള്ള ഈ ഒരു ഡ്രൈവിന്റെ ഇടയ്ക്ക് തന്നെ ഇപ്പൊ നമ്മൾ ഈ കടന്നു പോകുന്നത് മധ്യപ്രദേശിന്റെ ഭാഗങ്ങളിൽ കൂടെയാണ്. അപ്പൊ നമ്മൾ എത്ര സ്റ്റേറ്റ് കടന്നല്ലേ ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞ് നമ്മള് ഇപ്പൊ ഈ പോകുന്നത് മധ്യപ്രദേശിന്റെ ഭാഗങ്ങളിൽ കൂടെയാണ്. മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ ഭാഗങ്ങളിൽ കൂടാണ് ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നമ്മള് പോകുന്നത് ഝാൻസിയിലേക്കാണ്. ഝാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ
ഉത്തർപ്രദേശിന്റെ ഭാഗമാണ് ഝാൻസി. അപ്പൊ ഈ ഒരു നമ്മൾ എന്താ പറയാ, ഈ ഒരു ലഡാക്ക് ട്രിപ്പില് നമ്മളിങ്ങനെ എത്ര സംസ്ഥാനങ്ങളല്ലേ കടന്നു പോകുന്നത്. അതൊരു ഭയങ്കര ഫീലിംഗ് ആയിട്ടോ അങ്ങനെ ഓർക്കുമ്പോൾ. നമ്മൾ ഈ പോകുന്നത് മധ്യപ്രദേശിലൂടെയാണ്. മധ്യപ്രദേശിന്റെ ഒരു ഭാഗങ്ങളിൽ കൂടെയാണ് ഈ പോകുന്നത്. എന്താ പറയാ, ഇങ്ങനെ ഒരു ഡ്രൈ പോലെ, എന്താ പറയാ, ഇങ്ങനെയാണോ, ഇങ്ങനെ ഒരു ഡ്രൈ ഏരിയ പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ കുഞ്ഞു വീടുകളും, ഇങ്ങനെ ചില വീടുകളൊക്കെ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ പോലെയൊക്കെ തോന്നുന്ന വീടുകളും ഉണ്ട് കേട്ടോ. പിന്നെ ടെന്റ് പോലത്തെ വീടുകളിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ കാണാം. പിന്നെ നല്ല കുഞ്ഞു ക്യൂട്ട് വീടുകള്, അങ്ങനെ. പിന്നെ ഇങ്ങനെ ഒരു ഡ്രൈ ഏരിയ പോലെ. പക്ഷെ ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. അപ്പം ചിലപ്പോൾ ഇത് കൃഷിയുടെ സമയം ആയിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും. കൃഷി ഏരിയ ആണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ കൃഷി പോലെ ഉണ്ട്. പിന്നെ അധികം ഇപ്പൊ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ്. മേ ബി ഇതിപ്പം സമയം ആയിരിക്കത്തില്ല. ഇങ്ങനെ ഓരോ കൃഷികൾക്ക് ഇങ്ങനെ ഓരോ ടൈം ഉണ്ടല്ലോ, സീസൺ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ ഇതാണ് നമ്മള് മധ്യപ്രദേശിലെ ഭാഗങ്ങളിൽ കൂടെ കടന്നു പോകുമ്പം കാണുന്ന കാഴ്ചകൾ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഝാൻസിയിലേക്കാണ്. നമ്മൾ ഝാൻസിയിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും എത്തും. അതായത് നമ്മള് 14-ാം തീയതി ഉച്ചയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. ഇതിപ്പം 15th മോർണിംഗ് ആണ് ഞാൻ ഈ വിഷ്വൽസ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ നമ്മളൊന്ന് ഉച്ചയ്ക്ക് 15-ാം തീയതി ഉച്ചയാകുമ്പോഴത്തേനും ഝാൻസിയിലെത്തും. ഓക്കെ, എന്താ അല്ലേ, 14-ാം തീയതി ഉച്ചയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് 15-ാം തീയതി ഉച്ചയാകുമ്പോഴത്തേനും നമ്മൾ ഝാൻസിയിലെത്തുന്നു. ഇന്ന് നമ്മൾ ഝാൻസിയിൽ സ്റ്റേ ചെയ്യുവാണ്, നമ്മൾ സ്റ്റേ എടുക്കുവാണ്. നമ്മൾ ഇപ്പൊ റൂം റിസർവ് ചെയ്തു. ഇപ്പൊ രാവിലെ നമ്മൾ റൂം റിസർവ് ചെയ്തു. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നടരാജ് സരോവർ പോർട്ടിക്കോ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഝാൻസിയിൽ. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇന്നിപ്പോ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡും നമ്മൾ ന്യൂട്ടെല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്പ്രെഡ്. അപ്പം അതും കൂടെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മൾ വെള്ളം കരുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതാണ് കഴിച്ചത്. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഉച്ചയാകുമ്പോഴത്തേനും നമ്മൾ ഝാൻസിയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ എത്തും. എന്നിട്ട് ലഞ്ചൊക്കെ പിന്നെ അവിടെ നമുക്ക് കഴിക്കാമല്ലോ, അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ ഝാൻസി ലക്ഷ്യമാക്കി ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവാണ്. നമ്മുടെ ഈ ഡ്രൈവില് ഇങ്ങനത്തെ കുഞ്ഞു കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഝാൻസിയിലെത്തി. ഝാൻസി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഡ്രൈവ് ആണിത്. ഇന്നിതിപ്പോ ശരിക്കും നമ്മുടെ ലഡാക്ക് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 4-ാമത്തെ ദിവസമാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ഝാൻസിയിൽ എത്തുന്നത്. അതായത് ഇന്നലെ 3-ാമത്തെ ദിവസം ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഡ്രൈവ് നമ്മൾ 4-ാമത്തെ ദിവസം ഉച്ചയായപ്പം ഝാൻസിയിലെത്തി. ഝാൻസി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോവാണ്. ഝാൻസിയിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഝാൻസിയിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. നടരാജ് സരോവർ പോർട്ടിക്കോ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യും, അതായത് 5-ാമത്തെ ദിവസം. അപ്പൊ ഇന്നിവിടെ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത് നാളെ നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ 5-ാമത്തെ ദിവസത്തെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രിവൺ.